പ്രശ്നം എന്താന്ന് എനിക്കറിയാം, അതെനിക്കറിയാം, അതെന്റെ ഫോണിലുണ്ട്. എന്ത് പ്രശ്നം? നീ രാത്രി അല്ലെങ്കിൽ തോണ്ടാൻ വന്നപ്പോ ഞാനതിന് നിന്ന് വന്നില്ല. ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി, ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി, കംപ്ലീറ്റ് മെസ്സേജ് ഇവിടെ കിടപ്പുണ്ട്. നാട്ടുകാർ മുഴുവൻ അറിയണം. ഇഷ്ടമല്ല തോണ്ടാനും പിച്ചാനും വന്നിട്ട് ഞാൻ നിന്ന്. അതെ അതെ, ഇഷ്ടമല്ല ഇതിനകത്ത് കയറി വന്ന് താൻ എന്നെ കൈവച്ചതാ. പിന്നെ ഞാനതിന് നിന്നേരാത്തോണ്ടല്ലേ. പല തവണ വന്ന് താൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം അയ്യമ്പള്ളിയിൽ യുവതിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇന്നലെയാണ് അയൽവാസി യുവതിയെ ക്രൂരമായി ആക്രമിച്ചത്. ഇരുമ്പ് ചൂലുകൊണ്ടുള്ള ആക്രമണത്തിൽ യുവതിക്ക് കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു. കലാകാരിയായ ശ്രീജ കളപ്പുരയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. കേസിൽ നിസ്സാര വകുപ്പുകളാണ് പോലീസ് ചുമത്തിയതെന്ന് ശ്രീജ ആരോപിക്കുന്നു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. വിവാഹമോചന കേസിൽ തനിക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞതാണ് പ്രതി സണ്ണി. സണ്ണിയിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായപ്പോൾ താൻ അത് എതിർത്തു. അതിന്റെ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണമെന്നും ശ്രീജ പറയുന്നു. അയാൾക്ക് ആ രീതിയിൽ എന്നോടൊരു വൈരാഗ്യം തോന്നാനുള്ള മോട്ടീവ് എന്ന് പറയുന്നത് ഏകദേശം 4 മാസം 5 മാസം ആയിട്ടുള്ളൂ. അതുവരെ അയാൾ എന്നോട് നല്ല സൗഹാർദ്ദപരമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആ രീതിയിൽ കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അയാൾക്ക് ആ രീതിയിലുള്ള ഒരു വൈരാഗ്യം എന്നോട് ഉടലെടുത്തത്. അല്ലാണ്ട് തുടക്കത്തിലൊന്നും അയാൾക്ക് എന്നോട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അയാൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം, അയാളോട് ചാറ്റ് ചെയ്യണം, അയാളോട് രാത്രി കാലങ്ങളിൽ സംസാരിക്കണം. അയാളുടെ ഇഷ്ടത്തിന് വരുമ്പോൾ അതിന് പറ്റില്ല എന്നുള്ളത് പ്രതികരിച്ചത് കൊണ്ടാണ് ആ രീതിയിൽ തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഷാർപ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇവിടെ വന്നിട്ട് ആ രീതിയിലൊക്കെ ആയിട്ട് പെരുമാറുന്നത് ഇവിടെ പണിക്ക് നിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടുമുണ്ട്. എന്റെ ഫോണിൽ അയാളുടെ ചാറ്റും അയാൾ അയച്ചിട്ടുള്ള വോയിസ് മെസ്സേജും അയാൾ അയക്കാറുള്ള സമയങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. 1 മണി 2 മണി 11:30 2 മണി ഈ രീതിയിലാണ് അയാളുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, കലാകാരിയായ ശ്രീജ കളപ്പുര ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. അവർക്ക് നേരെ അയൽവാസിയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ശല്യമുണ്ടാകുന്നു. പിന്നീടത് ഈ രീതിയിൽ അതിനെ പ്രതികരിച്ചപ്പോൾ ആക്രമണം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഈ വലിയ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ടല്ലോ. അതായത് അയൽത്തർക്കമാണോ ഇതിൻ്റെ കാരണം, അതോ വ്യക്തിപരമായ വിരോധമാണോ? ശ്രീജ എന്താണ് പറയുന്നത്? മാത്രമല്ല ഇവിടെ പോലീസിനെതിരെയും ആരോപണമുണ്ടല്ലോ, നിസ്സാര വകുപ്പുകൾ മാത്രമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന്. ടോം, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്നലെ രാവിലെ സംഭവിച്ചതാണ്. ഇന്നലെ രാവിലെ 7 മണിയോട് കൂടിയാണ് ശ്രീജയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്, തൊട്ട് അയൽവാസി തന്നെയാണ് സണ്ണി. ഈ സണ്ണിയുടെ വീട്ടിന്റെ മുൻവശത്ത് മണ്ണിട്ട് പൊക്കി. അത് കാരണം ഈ മഴ കാരണം വെള്ളം റോഡിലേക്ക് തങ്ങി നിൽക്കുകയും അതോടൊപ്പം തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകി വരുന്നത് ഈ ശ്രീജയുടെ പുരയിടത്തിലേക്കാണ്, ശ്രീജയുടെ വീട്ടിന്റെ മുന്നിലേക്കാണ്. അവിടെ വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വാഴ നശിക്കുന്നത് ഇന്നലെയാണ് ശ്രീജയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രീജ നോക്കുമ്പോൾ ഇയാൾ ഈ വെള്ളം പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സണ്ണിയുടെ വീട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാൻ മണ്ണിട്ട് നികത്തുന്നുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് ഇത് കൗൺസിലറെ അറിയിച്ചു. കൗൺസിലറുടെ സാന്നിധ്യത്തിലാണ് ആ ദൃശ്യത്തിൽ കാണുന്ന ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവതി, അത് കൗൺസിലറാണ്. കൗൺസിലറെയും ഒപ്പം കൂട്ടിയാണ് സണ്ണിയോട് ഇക്കാര്യം പറയുന്നത്. ഇങ്ങനെ മണ്ണിട്ട് പൊക്കിക്കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറും, വാഴ നശിക്കും, അതുകൊണ്ട് ആ വെള്ളം കെട്ടി നിൽക്കുന്നത് അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലറെയും കൂട്ടിയാണ് ശ്രീജ സണ്ണിയെ കാണാൻ ചെല്ലുന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ആദ്യം പറയുന്നത് ഈ സണ്ണി പറയുന്നത് അത് തൻ്റെ വീട്ടിന്റെ മുൻവശമല്ലേ, താൻ മണ്ണിട്ട് പൊക്കിയാൽ എന്താണ് പ്രശ്നം എന്നീ തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് തുടങ്ങുന്നു. പിന്നീട് വളരെ മോശമാകുന്ന രീതിയിലേക്ക് ശ്രീജയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീജ പറഞ്ഞത് താൻ ഇന്നെ മനഃപൂർവ്വം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതല്ലേ, എന്നോട് മോശമായി പെരുമാറിയില്ലേ, അത് ചോദ്യം ചെയ്തത് കൊണ്ടല്ലേ തന്നോട് ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റവും ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴാണ്
കയ്യിലിരുന്ന ഇരുമ്പ് ചൂലുകൊണ്ട് ശ്രീജയുടെ കഴുത്തിൽ കുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നമ്മൾ അല്പസമയം മുമ്പാണ് ശ്രീജയോട് സംസാരിച്ചത്. ശ്രീജയുടെ ആ മുറിവ് നമ്മൾ നേരിട്ട് കണ്ടു. കഴുത്തിന് ചുറ്റുമായിട്ടാണ് ആ ഒരു മുറിവ് വന്നിരിക്കുന്നത്. ചൂലുകൊണ്ട് നല്ല ആഴത്തിൽ തന്നെ കുത്തിയിട്ടുണ്ട്. അതിലൊരു മുറിവ് അല്പം ഗുരുതരമാണ്. ആ മുറിവ് വന്ന് ഞരമ്പിലാണ് കൊണ്ടിരിക്കുന്നത്. ശ്രീജയുടെ ഒരു സൈഡ്, ഒരു ഭാഗത്ത് നല്ല നീരുണ്ട്. എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ശ്രീജ. അങ്ങനെ ഈ കുത്തേറ്റതിനെ തുടർന്ന് ശ്രീജ മുനമ്പം പോലീസിന് പരാതി നൽകുന്നു. പക്ഷെ പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി, ആയുധം കൊണ്ടുള്ള ആക്രമണം എന്ന വകുപ്പ് മാത്രമേ ചുമത്തിയിട്ടുള്ളൂ. പക്ഷെ ശ്രീജ പരാതിയിൽ പറയുന്നത് വധശ്രമത്തിന് കേസെടുക്കണം, കാരണം തന്നെ അപകടപ്പെടുത്തുക അല്ലെങ്കിൽ തന്നെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ഇയാൾ ചെയ്തതെന്നാണ് ശ്രീജയുടെ പരാതിയിൽ പറയുന്നത്. പക്ഷെ ആ വകുപ്പ് കാണാൻ കഴിയില്ലല്ലോ. ഒരു ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിനപ്പുറം ഒരു സ്ത്രീക്ക് നേരെയുള്ള ആക്രമണമാണ്. മാത്രമല്ല, അതിന് മുൻപ് ഈ ശ്രീജ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സണ്ണി, അയൽവാസിയായ സണ്ണി അവരെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ. ഇതേക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറില്ലേ? കാരണം ഒരു സ്ത്രീക്ക് നേരെയുള്ള ആക്രമണം, അതോടൊപ്പം ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള മെസ്സേജ് അയക്കുക, അതല്ലെങ്കിൽ ആ രീതിയിൽ സമീപിക്കുക, അങ്ങനെ വരുമ്പോൾ കേസിന്റെ സ്വഭാവം മാറും. പോലീസ് പക്ഷേ എന്തുകൊണ്ടാണ് അതിനെ ലഘൂകരിച്ച് കാണുന്നത്, ഗുരുതരമായ വകുപ്പുകൾ ചുമത്താത്തത്? ടോം, ശ്രീജ നൽകിയ പരാതി ഇതിൽ മുൻവൈരാഗ്യമാണ്. പ്രത്യേകിച്ച് തന്നോട് മോശമായ മെസ്സേജുകൾ അയച്ചു, തന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു, ഇത് താൻ തടഞ്ഞു, അതിനുള്ള വൈരാഗ്യമാണ് ഇപ്പോൾ ഈ പ്രവൃത്തിയും അതിനെ തുടർന്നുണ്ടായ ആക്രമണം എന്ന് കൃത്യമായി തന്നെ പോലീസിന് പരാതി നൽകി. പക്ഷേ പോലീസ് കേസെടുക്കാത്തതിന്റെ കാര്യം ശ്രീജ പറയുന്നത് ഈ സണ്ണിക്ക് രാഷ്ട്രീയപരമായി വലിയ പിടിപാടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ശ്രീജയുടെ ആദ്യ ഭർത്താവുമായി സണ്ണി സൗഹൃദത്തിലാണ്. ശ്രീജയുടെ ആദ്യ ഭർത്താവ് കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ കേസ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചതെന്നാണ് ശ്രീജ പറയുന്നത്. ഒപ്പം ആ ശ്രീജ വീഡിയോയിൽ പറയുന്നതിന്റെ കാര്യം, ഈ സണ്ണി ശ്രീജയും ആദ്യ ഭർത്താവും തമ്മിലുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അന്ന് അത് സാക്ഷിയായിരുന്നത് സണ്ണിയാണ്. പിന്നീട് കോടതിയിലേക്കൊക്കെ വന്നപ്പോഴേക്കും സണ്ണിയാണ് ശ്രീജയ്ക്ക് അനുകൂലമായിട്ടുള്ള സാക്ഷിമൊഴി നൽകിയത്. അതോടുകൂടിയാണ് ശ്രീജയും സണ്ണിയും ഒരു സൗഹൃദം, അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായി ഒരാളെങ്കിലും സംസാരിച്ചല്ലോ എന്നുള്ളൊരു സ്നേഹം സണ്ണിയോടുണ്ടായിരുന്നു. പക്ഷെ അത് മറ്റൊരു തരത്തിലേക്ക് ആ സ്നേഹത്തെ വ്യാഖ്യാനിക്കേണ്ടതില്ല. സ്വാഭാവികമായും ഒരു മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും ക്രൂരത നേരിടുമ്പോൾ അത് സാക്ഷിയായി കോടതിയിലേക്ക് പറഞ്ഞതിന്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ അയാളോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു പരിഗണന ശ്രീജ നൽകിയിരുന്നു. പക്ഷേ അത് ഇയാൾ മുതലെടുക്കുകയാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് ശ്രീജ സണ്ണിയെ വിലക്കാൻ തുടങ്ങിയത്. പലതവണ രാത്രി വിളിക്കുകയും മോശം മെസ്സേജുകൾ അയക്കുകയും ചെയ്തു. ആ മാധ്യമപ്രവർത്തകരെ അടക്കം ആ വോയിസും ഒപ്പം സണ്ണി അയച്ച മോശം മെസ്സേജുകൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ശ്രീജ മറുപടിയായി നൽകിയത് ഇത്തരത്തിലുള്ള മോശം മെസ്സേജുകൾ തനിക്ക് അയക്കരുത്, തന്നെ സഹായിച്ചു എന്നത് ശരിയാണ്, പക്ഷെ അത് മുതലെടുക്കാൻ ശ്രമിക്കരുതെന്ന് ശ്രീജ പലതവണ മെസ്സേജിലൂടെയും നേരിട്ടുമൊക്കെ സണ്ണിയെ വിലക്കുന്നുണ്ട്. സണ്ണിയുടെ കുടുംബത്തിലും ഇത് പറഞ്ഞപ്പോൾ സണ്ണി പറഞ്ഞത് താൻ തന്റെ ഭാര്യയുമായി അകന്ന് ജീവിക്കുകയാണ്, ഭാര്യയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾ തമ്മിലും നല്ല സ്വരച്ചേർച്ചയിലല്ല എന്നൊരു മറുപടിയാണ് സണ്ണി ശ്രീജയ്ക്ക് കൊടുത്തത്. പിന്നീട് ശ്രീജ പറയുന്നുണ്ട് തന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ശ്രീജ ഒരു ചെറിയൊരു കട നടത്തുന്നുണ്ട് വീടിനോട് ചേർന്ന് തന്നെ, ആ കടയിലേക്ക് വന്നാൽ മതി, കടയിൽ നിന്ന് പകലുള്ള സമയത്ത് ആളുകളുള്ള സമയത്ത് മാത്രം വന്ന് തന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി എന്നുകൂടി ശ്രീജ പറയുന്നുണ്ട്. അങ്ങനെ സണ്ണിയെ വിലക്കിയതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് പിന്നീട് ഈ സംഭവങ്ങൾ നടക്കുകയും പിന്നീട് ഈ ശ്രീജ ഈ മണ്ണിട്ട് പൊക്കിയതുമായി ബന്ധപ്പെട്ട്, വീടിന്റെ മുറ്റത്തെ മണ്ണിട്ട് പൊക്കിയതുമായി ബന്ധപ്പെട്ട ഒരു സംസാരം വരികയും അന്ന് തന്നോട് മോശമായി സണ്ണി പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ സംസാരിച്ചില്ല. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതിന് ചില സമൂഹ മാധ്യമങ്ങളിലെ ലിങ്കുകൾ ഞാൻ പരിശോധിക്കുകയായിരുന്നു. ഈ ശ്രീജയ്ക്കെതിരെ ഉള്ള ഒരു നിരവധി കമന്റുകളുണ്ട്. കാരണം ആ സ്ത്രീയാണ് ആ അയൽവാസിയെ പ്രകോപിപ്പിച്ചത്, അങ്ങനെ പ്രകോപനം സൃഷ്ടിച്ച് സ്വയം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള ചില കമന്റുകളൊക്കെ വായിക്കാൻ കഴിഞ്ഞു. പക്ഷെ നമുക്കറിയാം, ഇവിടെ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് ശ്രീജ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇയാളുടെ ഭാഗത്തു നിന്നൊരു ശല്യമുണ്ടായപ്പോൾ പ്രതികരിച്ചതാകാം. അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അല്ലെങ്കിൽ ശ്രീജയുടെ ഭാഗത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു പ്രകോപനം ഉണ്ടായത്?
ഏട്ടം, സ്വാഭാവികമായും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ശബ്ദമുയർത്തുന്ന സ്ത്രീകൾക്കെതിരെ എപ്പോഴെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഒപ്പം നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തനിക്ക് നേരിട്ട അനീതി അല്ലെങ്കിൽ തനിക്ക് നേരിട്ട ദുരവസ്ഥ തുറന്നു പറയുന്ന സ്ത്രീകളെ ഒരിക്കലും ഒരു സോഷ്യൽ ഇടത്ത് അല്ലെങ്കിൽ ഓൺലൈൻ ഇടത്ത് അനുകൂലിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. സ്വാഭാവികമായും അതൊരു ഈ പറയുന്ന പോലെ വലിയ സൈബർ ആക്രമണം ആ സ്ത്രീ തന്നെ നേരിടണം. നമ്മൾ കണ്ടുവന്ന ചരിത്രവും അങ്ങനെയാണ്. നമുക്ക് മുന്നിൽ പല കേസുമുണ്ട്. ഇപ്പൊ അതിജീവിതയെ പോലും വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ ശ്രീജയ്ക്ക് വ്യത്യസ്തമായ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ശ്രീജയുടെ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവരൊരു സിംഗിൾ മദറാണ്, ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയാണ്, ഒരു മകനെ വളർത്തി, മകനെ ഈ ഭർത്താവിൻ്റെ കൺമുന്നിൽ നിന്ന് അല്ലെങ്കിൽ മകൻ ഭർത്താവുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായാലോ എന്ന് പേടിച്ച് മകൻ്റെ ഭാവി നോക്കിക്കൊണ്ട് മറ്റൊരിടത്തേക്ക് തൃശ്ശൂര് മകനെ പഠിപ്പിക്കാൻ വിട്ടതാണ് ശ്രീജ. ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ശ്രീജ താമസിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഡിവോഴ്സി ആയിട്ടുള്ള ഒരു വീട്ടമ്മ എന്തൊക്കെ ദുരിതം അനുഭവിക്കുമോ അതേ ശ്രീജയും ഇവിടെ അനുഭവിക്കുന്നുള്ളൂ. സ്വാഭാവികമായും സ്ത്രീ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അവരാണ് കുറ്റക്കാരാണെന്ന് വിധിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ ഒരു രീതി തന്നെയാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ മറിച്ച് ശ്രീജയോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോ പ്രതീക്ഷിക്കേണ്ടതുമില്ല. കാരണം അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നതും. ഇപ്പോൾ ശ്രീജയുടെ വീട്ടിൽ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ധൈര്യമുള്ളത് കൊണ്ടാണ് ആ ശ്രീജ അവിടെ ജീവിക്കുന്നത്. ശ്രീജയ്ക്ക് കൂട്ടായി നായ്ക്കുട്ടികളുണ്ട്, നായ്കളെ വളർത്തുന്നുണ്ട്. ആ നായ്കളാണ് തന്നെ സംരക്ഷിക്കുന്നതെന്നാണ് ശ്രീജ പറയുന്നത്. ഒപ്പം വീട്ടിൽ CCTV ഉണ്ട്. രാത്രി സമയങ്ങളിൽ വീട്ടിലേക്ക് കല്ലെറിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീജ ഈ അടുത്തിടയ്ക്കാണ് വീട്ടിൽ CCTV സ്ഥാപിച്ചത്. അതിലെയും ദൃശ്യങ്ങളുണ്ട്. വീട്ടിലേക്ക് കല്ലെറിയുന്നതും വീട്ടിൽ പതിങ്ങി ആളുകൾ മതിൽ ചാടി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒക്കെ CCTVയുടെ തെളിവുകൾ ശ്രീജയുടെ പക്കലുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന, പ്രത്യേകിച്ച് ഡിവോഴ്സായി താമസിക്കുന്ന ഒരു വീട്ടമ്മ നേരിടുന്ന പ്രശ്നമാണ് ഇവിടെയും ശ്രീജ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതികരിച്ചത് കൊണ്ടാണ് ശ്രീജയ്ക്ക് ഇപ്പോൾ ഒരു അതിജീവിതപോലെ ഒരൊറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഒരുപക്ഷെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും നേരിടുന്നുണ്ട്. അവരെ പിന്തുണയ്ക്കാൻ പോലും ആരുമില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ആ സണ്ണി എന്ന അയൽവാസി ആക്രമിക്കാൻ വരുമ്പോൾ ഒരാൾ പോലും അതിനെ തടയാൻ ശ്രമിക്കുന്നില്ല. അയാളുടെ ഒരു ഭാര്യയാണെന്ന് തോന്നുന്നു. എതിർക്കാൻ അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ മറികടന്നുകൊണ്ടാണ് സണ്ണി ശ്രീജയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത്. വലിയ രീതിയിലുള്ള ശല്യം ഇയാളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ശ്രീജ പറയുന്നുണ്ട്. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. ഇതുവരെയും ഒരു ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.